الصلاة والسلام على أشرف المخلوقين محمد وعلى آله وصحبه أجمعين أما بعد. അപ്പോൾ കഴിഞ്ഞ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്തത് അള്ളാഹുവിൻ്റെ പള്ളികളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹ ഇസ്മുഹു. അള്ളാഹു മഹത്വപ്പെടുത്താനും ഉയർച്ച നൽകുവാനുമൊക്കെ കൽപ്പിച്ചിരിക്കുന്ന പള്ളികൾ, അവിടെ അള്ളാഹുവിൻ്റെ പേരുകൾ ചർച്ച ചെയ്യപ്പെടണം. ആ പള്ളികളിൽ ആരാണുള്ളത് എന്ന വിഷയം കൂടിയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. റിജാലുൻ, അവിടെ ചില പുരുഷന്മാരാണുള്ളത്. അപ്പോൾ വിശിഷ്യ പുരുഷന്മാരെ പറയാൻ കാരണം, പുരുഷന്മാരാണ് പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കേണ്ടതും ആ പള്ളിയുടെ പ്രാഥമിക ഉപഭോക്താക്കൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രയോജനം പൂർണ്ണാർത്ഥത്തിൽ നേടുന്നത് പുരുഷന്മാരാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പള്ളിയുമായി പുരുഷനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ബന്ധവും സ്വാധീനവും ഇടപെടലുമൊക്കെ കുറവാണ്. ഏതാണ് സ്ത്രീക്ക് ഉത്തമം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചർച്ച പറയുമ്പോൾ വഖാറു ബുയൂതിഹിന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് അവരുടെ വീടിൻ്റെ ഉൾവശമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ വിലക്കിയിട്ടില്ല. അലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ അടിമ സ്ത്രീകളെ അള്ളാഹുവിൻ്റെ പള്ളിയെ തൊട്ടും തടയാൻ പാടില്ല. ഹറാം എന്ന നിലക്ക് നബി തങ്ങൾ അതിനെ വിലക്കിയിട്ടില്ല. ആവശ്യ സന്ദർഭങ്ങളിൽ മറ്റൊക്കെ ചിലപ്പോൾ പള്ളിയിൽ പോകേണ്ടി വരും. ഫുഖഹ ഈ വിഷയം വളരെ ആഴത്തിൽ ചർച്ച ചെയ്യുകയും പഠിക്കുകയും ഉമ്മത്തിന് അതിനെ വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഷാഫി മദ്ഹബിലെയും മറ്റു മദ്ഹബിലൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹുക്കുമുകൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, അന്യപുരുഷന്മാർ പങ്കെടുക്കുന്ന ജമാഅത്തിലേക്ക് യുവതികളായ സ്ത്രീകൾക്ക് പങ്കെടുക്കൽ കറാഹത്ത് എന്ന വിധിയാണ് പണ്ഡിതന്മാർ നൽകിയിരിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഫിത്നയുടെ സാധ്യത ഭയപ്പെടുന്നത് കൊണ്ടാണ്. കുഴപ്പത്തിൻ്റെയും ആണും പെണ്ണും കൂടിക്കലരുക ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ്. നിബിധങ്ങൾ ഇങ്ങനെ പറഞ്ഞു വെച്ചു, നിങ്ങൾ ഹറാം എന്ന നിലക്ക് തടയാൻ പാടില്ല. കാരണം ഇപ്പം പള്ളി മൊത്തത്തിൽ വിലക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹജ്ജ് ഉംറ ഇതൊക്കെ പ്രയാസത്തിലാകും. അവിടെയൊക്കെ മസ്ജിദുൽ ഹറാമിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ലൗ റഅത്തിൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം മാ അഹ്ദസത്തിൻ നിസാഉ ലമനഅഹുന്ന. അന്ന് നബിതങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ വിലക്കിയില്ല. നല്ലത് വീടാണ്, എന്നാൽ ആവശ്യ സന്ദർഭങ്ങളിൽ അതിൻ്റെ ചിട്ടവട്ടങ്ങൾ പാലിച്ചുകൊണ്ട് ഹാജരാകാമെന്ന് പറഞ്ഞു. എന്നാൽ നബിതങ്ങൾ ഇന്നത്തെ അവസ്ഥ കണ്ടിരുന്നുവെങ്കിൽ, ലൗ റഅൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ അങ്ങനെ കണ്ടിരുന്നുവെങ്കിൽ, മാ അഹ്ദസത്തിൻ നിസ, ഇപ്പോൾ സ്ത്രീകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഇത് പറയുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ആയിഷ റളിയല്ലാഹു നബിതങ്ങൾക്ക് ശേഷം 40 കൊല്ലം ജീവിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞത് നബിതങ്ങളുടെയും വഫാത്തിൻ്റെയും 40 കൊല്ലത്തിൻ്റെ ഇടയിൽ സംഭവിച്ച മാറ്റങ്ങളെ പറ്റിയാണ്. അത് കണ്ടിരുന്നുവെങ്കിൽ മനാഹുന്ന, പൂർണ്ണാർത്ഥത്തിൽ തന്നെ നബിതങ്ങൾ വിലക്കിയേനെ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഇനി പള്ളിയിലേക്ക് പോകുമ്പോൾ തന്നെ നബിതങ്ങൾ പറഞ്ഞു സുഗന്ധം പൂശാൻ പാടില്ല. ചില റിവായത്തുകളിൽ ഒരു സ്ത്രീ സുഗന്ധം പൂശിക്കൊണ്ട് പള്ളിയിലേക്ക് വന്നു. നബിതങ്ങൾ വിവരം അറിഞ്ഞു, മണത്തിട്ടോ അല്ലാത്ത അവസ്ഥയിലോ. നബിതങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് എങ്ങനെയാണോ അശുദ്ധി ഉണ്ടായാൽ ഒരു സ്ത്രീ കുളിക്കുക, ജനാബത്തുണ്ടായാൽ കുളിക്കുക, അതുപോലെ കുളിക്കണമെന്ന് ആ സ്ത്രീയോട് കൽപ്പിക്കപ്പെട്ടു. സ്ത്രീക്ക് പള്ളിയിൽ വരാൻ പറ്റുമെന്നുള്ളതിലേക്ക് ഇഖ്തിലാഫുണ്ട്. അതിൽ ഈ പറഞ്ഞ അർത്ഥത്തിൽ അനുവദിച്ച പണ്ഡിതന്മാരുണ്ട്. പക്ഷേ ഹിജാബ് ധരിക്കാതെ, അന്യപുരുഷന്മാരുമായി കലരാതെ, സുഗന്ധം പൂശാതെയാണ് വരേണ്ടത് എന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ല. അതുകൊണ്ട് നമ്മൾ ഈ വിഷയം വളരെയേറെ ജാഗ്രത പുലർത്തണം. സ്ത്രീകൾ പ്രവേശിക്കുന്ന ഇടങ്ങൾ അന്യപുരുഷന്മാരുമായി മിങ്കിളാകുന്നുണ്ടോ, സംസാരങ്ങൾ നടക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് ഫിത്നയാണ് അവിടെ ഉണ്ടാകുക. നമ്മളെന്ത് ആഗ്രഹിച്ചിട്ടാണോ അവർക്ക് സൗകര്യങ്ങൾ നമ്മുടെ നാടുകളിൽ ചെയ്തു കൊടുക്കുന്നത്, അവർ നമസ്കാരം പഠിക്കട്ടെ, ഖുർആൻ്റെ തിലാവത്തുകൾ കേൾക്കട്ടെ, ദീനിൻ്റെ മജാലിസുകളിൽ പങ്കെടുക്കട്ടെ, അതാണ് നമ്മൾ നിയത്ത് വെക്കുന്നത്. അത് ആ അർത്ഥത്തിൽ വേണം നമ്മൾ ചെയ്യാൻ. അതല്ല എങ്കിൽ നമ്മൾ നന്മ ഉദ്ദേശിച്ച് ചെയ്തിട്ട് വലിയ തിന്മകൾക്കും അപകടങ്ങൾക്കും കാരണമായി പോകുന്ന അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് പള്ളീൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ആരെല്ലാമാണോ പള്ളിയിലേക്ക് കൊണ്ടുവരുന്നത് ആ വിഷയത്തിൽ പ്രത്യേകം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റിജാലുൻ ലാ തുൽഹീഹിം, അവരെ അശ്രദ്ധപ്പെടുത്തുകയില്ല. തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ല, കച്ചവടമോ കൊടുക്കൽ വാങ്ങലുകളോ ഒന്നും തന്നെ നമസ്കാരത്തിന് തൊട്ടോ അള്ളാഹുവിൻ്റെ ദിക്റിനെ തൊട്ടോ ഒന്നും അവരെ തടയില്ല. ഒരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മദീനൻ്റെ മാർക്കറ്റിൽ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ എല്ലാ കടകളും ഇങ്ങനെ കാലിയായി കിടക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ എന്താ, അത് നമസ്കാരത്തിൻ്റെ സമയമായിട്ടുണ്ട്.
നമസ്കാരത്തിൻ്റെ സമയമായപ്പോൾ എല്ലാവരും അവരുടെ പണികൾ നിർത്തിവെച്ച് നേരെ ജമാഅത്തിന് പങ്കെടുക്കാൻ വേണ്ടി വന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതാ, ഇവരെ പറ്റിയിട്ടാണ് പഠിച്ചവൻ പറഞ്ഞത്, റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ. അപ്പോൾ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, കച്ചവടം അവരെ നിസ്കാരത്തിനെ തൊട്ടോ ദിക്റിനെ തൊട്ടോ സക്കാത്ത് കൊടുക്കുന്നതിൽ നിന്നോ തടയൂല. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം നമ്മൾ അങ്ങോട്ട് സ്വന്തമായിട്ട് അവലോകനം ചെയ്യേണ്ട ഒരു സംഗതിയാണ്. നമ്മൾ കച്ചവടം ചെയ്യുന്നത്, നമ്മുടെ ഓഫീസ്, നമ്മളെ കാര്യങ്ങൾ, അതിൻ്റെ ഇടയിൽ നമസ്കാരത്തിന് നമ്മൾ എങ്ങനെയാണ് സമയം കൊടുത്തിരിക്കുന്നത്? എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ സമയത്ത് നിസ്കരിക്കുക എന്നുള്ളതാണോ, നമസ്കാരത്തിൻ്റെ സമയത്ത് കച്ചവടം നിർത്തിയിട്ട് ചെയ്യുക എന്നുള്ളതാണോ എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില ആളുടെ കാര്യം ഭയങ്കര രസമാണ്. അവർ നിസ്കരിക്കും, അവരെന്ത് ചെയ്യും, ഭയങ്കര സമയം പോയിട്ട് എന്ത് ചെയ്യും, നിസ്കരിക്കും. പക്ഷെ ബാക്കി ആർക്കും നിസ്കാരം വേണ്ട. സ്റ്റാഫിൻ്റെ ജമാഅത്ത് ഇഷ്ടപ്പെട്ടാൽ കുഴപ്പമില്ല. കാരണം സ്റ്റാഫ് എൻ്റെ ഷോപ്പിൽ ജോലി ചെയ്താൽ സ്റ്റാഫിന് എന്ത് ചെയ്യും, 27 ഇരട്ടി കൂലി വേറെ അല്ല കൊടുക്കും. മാത്രം പോരാ, നമ്മൾ അള്ളാഹുവിനെ ആ അർത്ഥത്തിൽ ഭയപ്പെടുകയും ആ കൂലി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ സ്റ്റാഫിനും കൊടുക്കണം. എത്ര മിനിറ്റ് അടക്കേണ്ടി വരും? ജമാഅത്ത് നിസ്കാരത്തിന് നിർത്തി വെക്കുകയാണെങ്കിൽ സുന്നത്ത് നിസ്കാരം നമുക്ക് ഒഴിവാക്കാം. വക്തിന് മുമ്പുള്ളത് വക്തിന് ശേഷമുള്ളതൊക്കെ നമുക്ക് ഒഴിവാക്കാം. ജമാഅത്തിന് മാത്രം പങ്കെടുപ്പിക്കാനാണെങ്കിൽ എത്ര മിനിറ്റ് കട എടുക്കേണ്ടി വരും? 15 മിനിറ്റ് അല്ലേ? ആ 15 മിനിറ്റ് അടച്ചു കഴിഞ്ഞാൽ എന്താ മാക്സിമം സംഭവിക്കുക? ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു തർത്തീബ് കുറച്ച് പ്രയാസമാണ്, എങ്കിലും ഉണ്ടാക്കണം. ഇനി ഒരു പക്ഷേ ചിലപ്പോൾ നമ്മളെ കടയിൽ മുസ്ലിമായ സ്റ്റാഫുകൾ ഉണ്ടാകാം, അവർ നിർത്താലോ, ബാക്കിയുള്ളതൊക്കെ കൊടുക്കാമല്ലോ. നമ്മൾ ആ തർത്തീബ് ഉണ്ടാക്കണം. ആ ബാങ്കിൻ്റെ സമയമാകുമ്പോൾ മറ്റേ എല്ലാ സ്റ്റാഫുകളോടും പോയി നിസ്കരിക്കൂ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നിസ്കരിക്കാനുള്ള തർത്തീബ് ഉണ്ടാകുമ്പോൾ അവരും കൂടി ജമാഅത്തിൽ പങ്കെടുക്കുകയും അവർക്കും കൂടി ജമാഅത്തിൻ്റെ ഒരു ജീവിത ചിട്ട ഉണ്ടായിത്തീരുന്ന കോലം നമുക്ക് ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി പറ്റും. അത് നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കണം. അല്ലാതെ ചില ആൾ അവനവനെ നിസ്കരിക്കൂല, അവനെല്ലാം കഴിഞ്ഞ് അവസാന സമയത്ത് നിസ്കരിക്കും. ചില ആൾ മറ്റേ നേതാവ് മാത്രം പോയിട്ട് നിസ്കരിക്കും, സ്റ്റാഫിനൊന്നുമില്ല, നിസ്കരിക്കാൻ സമയമില്ല. ഇനി വലിയ ഇടങ്ങളാണെങ്കിൽ, അടുത്ത് പള്ളിയൊന്നും ഇല്ല എങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ നമസ്കരിക്കാനുള്ള തർത്തീബ് എന്ത് ചെയ്യണം, നമ്മൾ ഉണ്ടാക്കി തീർക്കണം. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, അൻ ദിക്രില്ലാഹി വ ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സകാ. അവരെ പേടിപ്പിക്കുന്ന കാര്യം എന്താണ്? യഖാഫൂന യൗമൻ, അവർ ഒരു മഹാദിവസത്തിനെയാണ് ഭയപ്പെടുന്നത്. തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, ആ ദിവസത്തിലെ ശിക്ഷയും ഭയാനകതയും കാണുമ്പോൾ ഹൃദയം മറിഞ്ഞു വരും. ചില മുഫസ്സിരിങ്ങളൊക്കെ പറയുന്നത് ഹൃദയം മറിഞ്ഞിട്ട് തൊണ്ടക്കുഴി വരെ എത്തുന്ന. ചിലപ്പോൾ നമുക്ക് ബേജാറാകുമ്പോൾ ഇങ്ങനെ മിട്ടിപ്പിങ്ങനെ വിടും, പാനിക് എന്ന് പറയും. പാനിക് അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ ഹൃദയം പൊട്ടിയിട്ട് ഇങ്ങനെ മേലോട്ടേക്ക് വരുന്ന പോലെ നമുക്ക് തോന്നും. ആ അർത്ഥത്തിൽ അവരുടെ ഹൃദയങ്ങൾ മറഞ്ഞു പോകുന്ന ദിവസം, അതിനെയാണ് അവർ ഭയപ്പെടുന്നത്. വല്ലബസാർ, അവരുടെ ദൃഷ്ടികളെയും. ലിയജ്സിയഹുമുല്ലാ, അള്ളാഹു അവർക്ക് പകരം നൽകുന്നതിന് വേണ്ടി. അഹ്സനമ അമിലു, അവർ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും നല്ല പകരം നൽകുന്നതിന് വേണ്ടി. വയസീദഹും മിൻ ഫളിഹി, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഫളിൽ അധികരിച്ച് കിട്ടാനും വേണ്ടിയിട്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അള്ളാഹു തആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഒരു കണക്കും കൂടാതെ ഉപജീവന മാർഗത്തെ തുറന്നു കൊടുക്കും എന്ന് പരിശുദ്ധമായ ഖുർആൻ. അപ്പോൾ ആ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സവാബാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശേഷം അള്ളാഹു പറയുന്നു, വല്ലദീന കഫറു അഅമാലുഹും, എന്നാൽ സത്യനിഷേധികളായ ആളുകൾ, അവരും ദുനിയാവിലെ നന്മകൾ ചെയ്യുന്നുണ്ടല്ലോ, പല നന്മകൾ ചെയ്യുന്നതായി കാണാം. അള്ളാഹു തആല പറയുന്നു, അവരുടെ പ്രവർത്തനങ്ങളുടെ ഉപമ കസറാബിൻ, മരീചിക പോലെയാണ്. മരീചിക എന്ന് പറഞ്ഞാൽ നല്ല നട്ടുച്ച സമയത്ത്, ചൂടുള്ള സമയത്ത് സമനിരപ്പായ പ്രദേശത്ത് നമ്മൾ നേരെ ഇങ്ങനെ നോക്കുമ്പോൾ ദൂരത്ത് വെള്ളമുള്ളതുപോലെ തോന്നും. ഇതിനാണ് മരീചിക എന്ന് പറയുക. ആ സറാബ് പോലെയാണ്. ബിഖിയഅത്തിൻ, ഒരു തുറസായ പ്രദേശത്ത്. യഹ്സബുഹുൽ ലംആനു മാഅ, ദാഹിച്ചിരിക്കുന്നവൻ അതിനെ നോക്കുമ്പോൾ വെള്ളമുണ്ട് എന്നിങ്ങനെ തോന്നും. ഹത്ത ഇദാ ജാഅഹു, അവനങ്ങനെ വെള്ളമുണ്ട് എന്ന് കരുതി ആ മരീചികൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ ലം യജിദുഹു ഷൈഅൻ, അവിടെ ഒന്നും ഉണ്ടാവില്ല. ഇതുപോലെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, പക്ഷെ ബാക്കി നന്മകളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവൻ ധരിക്കുന്നത് ഈ നന്മ കൊണ്ട് രക്ഷപ്പെടാം എന്നാണ്. എന്നാൽ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, ആഖിറത്തിൽ ഈ പ്രതീക്ഷയുമായി അവൻ പോകുമ്പോൾ അടുത്തെത്തി നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ലം യജിദുഹു ഷൈഅൻ. എന്താ കാരണം? എല്ലാ നന്മകളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്താണ്. ആ ഷഹാദത്തില്ലെങ്കിൽ ബാക്കി നന്മകൾക്ക് സവാബില്ല. അവന് ഇവർ ചെയ്ത നന്മക്ക് എന്താ കിട്ടല്? ഹദീസുകളിൽ മറ്റൊക്കെ വരുന്നത്, ഒരു അള്ളാഹുവിൽ വിശ്വസിക്കാത്തൊരു മനുഷ്യൻ നന്മ ചെയ്തു കഴിഞ്ഞാൽ, ദുനിയാവിൽ നന്മ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു ദുനിയാവിൽ തന്നെ കൊടുത്തിട്ട് തീർക്കും. ഇടപാട് ദുനിയാവിൽ തന്നെ തീർക്കും. സമ്പത്തിൽ വിശാലത ഉണ്ടാവും, ആരോഗ്യത്തിൽ വിശാലത ഉണ്ടാവും, മക്കളിൽ ചിലപ്പോൾ ബർക്കത്തുണ്ടാവും, സ്ഥാനമാനങ്ങൾ കൂട്ടിക്കൊടുക്കും. പക്ഷേ ആഖിറത്തിൽ എന്തുണ്ടാവില്ല? ഒന്നും ഉണ്ടാവില്ല. കാരണം
അള്ളാഹനെ അംഗീകരിക്കുന്നില്ല. അതാണല്ലോ ഏറ്റവും വലിയ നന്മ. ഇതുപോലെ ഒരാൾക്ക് രണ്ട് മക്കളുണ്ട്. ഒരാൾ ഉപ്പാനെ അങ്ങനെ വലിയ അനുസരിക്കുക ഇതാക്കൊന്നും ചെയ്യാത്ത ആളാണ്. മറ്റേ ആളാണെങ്കിൽ വാപ്പാനെ നല്ലോണം അനുസരിക്കും, വാപ്പാൻ്റെ കാര്യങ്ങളൊക്കെ നന്നായി നോക്കി നടത്തും, സമ്പത്തൊക്കെ കൊടുക്കും. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഒന്നാമത്തെ ആൾ ഇയാളെ വാപ്പയാണെന്ന് അംഗീകരിക്കുന്നുണ്ട്. ഏത്? പൂർണ്ണാർത്ഥത്തിൽ ഉപ്പാക്ക് ഖിദ്മത്തൊന്നും ചെയ്യാത്ത മനുഷ്യൻ. രണ്ടാമത്തെ ആൾ എല്ലാം ചെയ്യുന്നുണ്ട്. വാപ്പാക്ക് പൈസ കൊടുക്കുന്നുണ്ട്, അല്ലേ? ഇടക്കിടക്ക് കോട്ടക്കൽ ആര്യവാദ്യശാല കൊണ്ടുപോയിട്ട് തിരുമലൊക്കെ പൈസ എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ വാപ്പയാണെന്ന് അംഗീകരിക്കുന്നില്ല. ഇതിൽ ആരാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല ആൾ? ആരാ? ഒന്നാമത്തെ ആളാ. രണ്ടാമത്തെ ആൾ പൈസ കൊടുക്കുന്നില്ലേ, ജീവിക്കാനുള്ള ചിലവുകളും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നില്ലേ? പക്ഷേ വാപ്പ എന്ന അസ്തിത്വത്തിനെ അംഗീകരിക്കലാണ് ഏറ്റവും വലിയ നന്മ. ആ നന്മ അംഗീകരിക്കാതെ അതിൽ വിശ്വസിക്കാതെ ബാക്കിയെല്ലാം ചെയ്തിട്ട് അതിന് എന്താ പൂർണ്ണാർത്ഥമുള്ളത്? ഇപ്പം എന്നത് പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന നന്മകളിലെ പ്രാപഞ്ചിക നന്മ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിനുണ്ടാക്കിയ സൃഷ്ടാവിനെ അംഗീകരിക്കലാണ്. അപ്പോഴാണ് ഈ നന്മകൾക്കൊക്കെ ഒരു അടിത്തറ ഉണ്ടാകുന്നത്. എന്തിനാണ് ഇത് ചെയ്യുന്നത്? അപ്പോൾ അള്ളാഹിനെ വിശ്വസിക്കാത്ത ഒരാളെ സംബന്ധിച്ചത് എന്തിനു നന്മ ചെയ്യുന്നു? ഒരാത്മീയമായ സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയും സ്വാർത്ഥത തന്നെയല്ലേ? ഞാൻ എന്തിനാ ഇപ്പം ഇതിലൊക്കെ നമ്മൾ നന്മ ചെയ്യുന്നതിനാണ്, മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാണ്? ചാരിറ്റി എന്തിനാണ്? ഓൾട്രൂയിസം എന്ന് തന്നെ പറയാം. പകരം കൂലി പ്രതീക്ഷിക്കാതെ നന്മ ചെയ്യും, ഓൾട്രൂയിസം. എന്തിനാണ് ഈ ഓൾട്രൂയിസം ചെയ്യുന്നത്? അത് റെസിപ്രോസിറ്റി. ഞാനൊരാൾക്ക് ഹെൽപ്പ് ചെയ്യുമ്പോൾ അയാൾ സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ എനിക്കും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. അപ്പോൾ ഞാൻ എന്തിനാണ് നന്മ ചെയ്യുന്നത്? എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ. അപ്പോൾ ഞാൻ നന്മ ചെയ്യുന്നത് എനിക്ക് വേണ്ടി. അപ്പോൾ ഞാൻ എന്നെ തന്നെ എന്ത് ചെയ്യുന്നു? ആരാധിക്കുന്നു. അപ്പോൾ ഞാനാണ് ഇവിടുത്തെ ആൾ. എന്നാൽ അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തിനു നന്മ ചെയ്യുന്നു? ഇതിൽ നമ്മൾ കഹ്ഫിൽ ലാസ്റ്റ് ഓതി തീർത്തതുപോലെ ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫല്യഅമൽ അമലൻ സ്വാലിഹ. അല്ലേ? വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ ഈ മാൻ ഹോളിലേക്ക് നൗഷാദ് എന്ന് പറഞ്ഞ ഓട്ടോറിക്ഷക്കാരൻ ഇറങ്ങി. ഓർമ്മയില്ലേ? ഓർമ്മയുണ്ടോ? എന്തിനു നൗഷാദ് ഇറങ്ങി? രക്ഷിക്കാൻ. രക്ഷിച്ചിട്ട് എന്ത് കിട്ടി നൗഷാദിന്? ഈ നേരത്തെ പറഞ്ഞ റെസിപ്രോസിറ്റി കിട്ടിയോ? രക്ഷിച്ചിട്ട് പുറത്ത് നൗഷാദ് എത്തിയിരുന്നെങ്കിൽ ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അത് ഒരു സൈക്കോളജിയാണ്. നമ്മൾ ഹാപ്പിനെസ് റെസിപ്രോക്കലാണെന്ന് പറയും. ഞാൻ അങ്ങോട്ട് കൊടുത്താൽ ഓട്ടോമാറ്റിക് എനിക്കും എന്ത് കിട്ടും? സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പക്ഷെ നൗഷാദിന് കിട്ടിയോ? കിട്ടിയില്ല. ആരെ ഭാഷ അനുസരിച്ചിട്ട്, മെറ്റീരിയലിസ്റ്റ് വാദം അനുസരിച്ചിട്ട് നൗഷാദിന് സന്തോഷമില്ല, നന്മ കിട്ടിയില്ല. എന്തുകൊണ്ട്? നൗഷാദ് മരിച്ചോല്ലോ. എന്നാൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇറങ്ങുമ്പോൾ എന്തല്ല, എനിക്ക് കിട്ടുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, ഞാൻ ചെയ്യുന്നത് ലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ ഈ വിശ്വാസം ഇല്ലെങ്കിൽ അമലിൻ്റെ അവസ്ഥകളൊന്നും ആലോചിക്കട്ടെ. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് യഹ്സബുഹുല്ലം ആനുമ, ദൂരത്ത് നിന്ന് ഇങ്ങനെ വെള്ളമുണ്ട്, എനിക്കിതൊക്കെ കിട്ടുമെന്ന് വിചാരിക്കും. ഹത്താ ഇദാ ജാഅഹു ലം യജിദുഹു ഷൈഅൻ, അവൻ അതിൻ്റെ ഒരു ഗുണവും അവന് ലഭിക്കൂല. വവജദല്ലാഹ ഇൻദഹു, അവിടെ അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്ന ശിക്ഷയാണ് അവനിക്ക് കാണാൻ വേണ്ടി സാധിക്കുക. ഫവഫാഹു ഹിസാബഹു. ഏതുപോലെ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി കുറേ കുട്ടികൾ ഇരിക്കുന്നു. ഒരു കുട്ടി നന്നായി എല്ലാത്തിൻ്റെയും ഉത്തരം എഴുതി. പരീക്ഷാ പേപ്പർ നോക്കുന്നതിന് വേണ്ടി ഇവാലുവേഷൻ ക്യാമ്പിലേക്ക് പേപ്പറുകളൊക്കെ എത്തി. അങ്ങനെ ഈ പേപ്പർ നോക്കുമ്പോൾ മുകളിൽ പേരും റോൾ നമ്പർ ID ഒന്നുമില്ല. മനസ്സിലായോ? മറ്റൊരു പേപ്പർ കിട്ടി. ആ പേപ്പറിൽ ശരികളുമുണ്ട് തെറ്റുകളുമുണ്ട്, പാസ്സാകാനുള്ള മാർക്കുണ്ട്. മുകളിൽ ആരാണ് ഈ പരീക്ഷ എഴുതിയത് അവൻ്റെ ഐഡൻറ്റിറ്റി ഉണ്ട്. ആരാ പാസ്സാകുക? അപ്പം ജയിക്കണമെങ്കിൽ എന്ത് വേണം? ഈ പരീക്ഷ പേപ്പർ നോക്കുന്നു എനിക്കറിയില്ലല്ലോ ഇത് ആരാണ്, ഇത് ഗഫൂറാണോ ശുക്കൂറാണോ ഖാദറാണോ പോക്കറാണോ എന്നൊന്നും അറിയില്ലല്ലോ. ഏതോ ക്യാമ്പിലേക്കായിരിക്കും സാധനങ്ങൾ പോകുന്നുണ്ടാകുക എന്ന് പറഞ്ഞതുപോലെ ഇത് അടിസ്ഥാനമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അടിയിലില്ല. പിന്നെ ബാക്കിന് എന്താ അർത്ഥമുള്ളത്? ഇത് അംഗീകരിക്കുന്നില്ല, ബാക്കിയിൽ അംഗീകരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വവജദല്ലാഹ ഇൻദഹു, അള്ളാഹു വാഗ്ദാനം ചെയ്ത കാര്യമെന്തോ അത് അവൻ അവിടെ കാണുന്നതാണ്. ഫവഫാഹു ഹിസാബ, അവൻക്കുള്ള വിചാരണ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കും. വല്ലാഹു സരീഉൽ ഹിസാബ്, അള്ളാഹു അതിവേഗത്തിൽ വിചാരണ നടത്തുന്നവനാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് നമ്മുടെ അമലുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. നല്ല അമലുകൾ ചെയ്യണം, അത് നല്ലവണ്ണം ചെയ്യണം, അത് നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കാൻ വേണം. പലതും നമ്മൾ പള്ളിയിലെത്തി നിസ്കരിച്ചു, ദീൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്, നല്ല വെള്ളമാണ് നമ്മൾ ചെയ്യുന്നതും. ഇത് നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കണം. എങ്ങനെ? നമ്മുടെ നീയത്തിനെ നമ്മൾ പരിശോധിക്കണം.
മനുഷ്യനാണ്, ചിലപ്പം വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യണം. അള്ളാഹിൻ്റെ തൃപ്തിക്ക് കൊണ്ട് നമ്മൾ ചെയ്യണം. പടച്ചവൻ കാണുന്നുണ്ട്, പടച്ചവൻ തരും, അള്ളാഹിൻ്റെ തൃപ്തിയാണ് എനിക്ക് വേണ്ടത്. ആ അർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകളെ നന്നാക്കി തരുമാറാകട്ടെ.